നമ്മുടെ ഇതിൻ്റെ കോമൺ കംപ്ലയിൻറ്റ്സ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞില്ല. അപ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസ് വരുന്നത് മെയിൻ സസ്പെൻഷനാണ്, പിന്നെ ഓയിൽ ലീക്ക് വരും, പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കംപ്ലയിൻറ്റ്സ് ഉണ്ടാവും. മെയിൻ എയർ സസ്പെൻഷൻ ആണെങ്കിൽ മെയിൻ കംപ്ലയിൻറ്റ് വരുന്നത് മെയിനായിട്ട്. പിന്നെ അതുപോലെ ഫ്യൂൽ ടാങ്ക് കംപ്ലയിൻറ്റ്, ടാങ്കിലെ പമ്പ് കംപ്ലയിൻറ്റ് വരാറുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് റാക്ക് കംപ്ലയിൻറ്റ് വരാറുണ്ട്. ഇതൊക്കെ നമ്മളിങ്ങനെ വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട്. അപ്പം ഒരു കംപ്ലയിൻറ്റ്സ് വന്ന് അത് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അടുത്ത കംപ്ലയിൻറ്റ്സ് ഉടനെ തന്നെ വരും. ഇപ്പോൾ പൊതുവേ ഈ വാഹനം എടുക്കുന്നവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും, ഇത്രയും പൈസ എടുത്തിട്ട് എന്താ ഇങ്ങനെയാണ്. അപ്പം നിങ്ങളൊരു വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്താൽ ഒരു 10-12 ലക്ഷം രൂപ അല്ലെങ്കിൽ 13 ലക്ഷം രൂപ എടുത്തൊരു വണ്ടി എടുത്താൽ മിനിമം ഇത്ര ലക്ഷം രൂപ പണിയാൻ അത് മാറ്റി വെക്കണം. അല്ലെ എന്ത് കംപ്ലയിൻറ്റ്സ് ഉണ്ടോ അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ. പിന്നെ അതുപോലെ ഓയിൽ ലീക്ക് മെയിൻ വരാറുണ്ട്. അപ്പം ട്രാൻസ്മിഷൻ ഓയിൽ കൃത്യമായിട്ടും ചേഞ്ച് ചെയ്തിരിക്കണം. ചേഞ്ച് ചെയ്തില്ലെങ്കിൽ ട്രാൻസ്മിഷൻ കംപ്ലയിൻറ്റ് പിന്നീട് വരും. അപ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. പിന്നെ ഒരു സർവീസ് എന്ന് പറഞ്ഞാൽ അത്രയൊന്നും ആകത്തില്ല, ഒരു 15,000 രൂപയ്ക്കുള്ള ആവത്തുള്ളൂ നോർമൽ സർവീസ്. പക്ഷേങ്കിൽ മെയിൻ മെയിൻ്റെനൻസ് ആണ് ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പം ഈ പേജ് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അതായത് വാഹനങ്ങൾ സർവീസ് ചെയ്യാനോ അങ്ങനെ സെയിലില്ല കേട്ടോ നമുക്ക്. ഓക്കെ, താങ്ക് യു.